إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. ഇതിൽ മനസ്സും ശരീരവും ഒരുപോലെ ഊർജ്ജസ്വലമായ പ്രായമാണ് യുവത്വം എന്ന് പറയുന്നത്. യുവത്വം നമ്മുടെ ആയുസ്സിൻ്റെ നട്ടുച്ചയാണ് എന്ന് പറയാം. ധൈര്യവും ചടുലതയും ആരോഗ്യവും ആവേശവും ശക്തിയും കരുത്തുമെല്ലാം ഒത്തുചേരുന്ന ഒരു കാലയളവാണ് യൗവനം എന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു നാടിൻ്റെയും ധാർമ്മികവും സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ വളർച്ചയ്ക്ക് അവിടുത്തെ യുവാക്കൾ നയിക്കുന്ന പങ്ക് കുറച്ചൊന്നുമല്ല. ലോക ചരിത്രത്തിൽ തന്നെ ഏത് വിപ്ലവങ്ങൾ എടുത്തു നോക്കിയാലും അതിൻ്റെ പിന്നിൽ ചില യുവാക്കളുടെ പേരുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്തിനധികം നമ്മുടെ സ്വന്തം വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നത് മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സുരക്ഷ പകരുന്നവർ പോലും ഒരു വേള യുവാക്കളാണ് എന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ അശാസ്ത്രീയമായ നിയമത്തിലൂടെ ജനന നിയന്ത്രണം ഏർപ്പെടുത്തിയ പല രാജ്യങ്ങളും ഇന്ന് അവിടെ യുവാക്കളില്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൻ്റെ പ്രസക്തി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, എന്താണ് യുവത്വം എന്നതിൻ്റെ നിർവചനം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, യുവത്വം ശക്തിയുടെ അടയാളമാണ് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ഖുർആനിൻ്റെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അല്ലാഹുല്ലദീ ഖലഖക്കും, അല്ലാഹു ആകുന്നു നിങ്ങളെ സൃഷ്ടിച്ചവൻ,
മിൻ ലഅഫിൻ, ബലഹീനമായ അവസ്ഥയിൽ നിന്ന്, ദുർബലമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് നിങ്ങളുടെ റബ്ബ്. സുമ്മ ജഅല മിൻ ബഅദി ലഅഫിൻ ഖുവ്വ, പിന്നീട് ആ ദുർബലതയ്ക്ക് ശേഷം വളർന്നു വലുതാകുമ്പോൾ നിങ്ങൾക്ക് ശക്തിയുള്ളൊരു അവസ്ഥ, നല്ല കരുത്തുള്ള ഒരു അവസ്ഥ അള്ളാഹു നൽകുകയാണ്. മുഫസ്സിറുകൾ മിൻ ബഅദി ലഅഫിൻ ഖുവ്വ, ദുർബലതയ്ക്ക് ശേഷം വരുന്ന ശക്തി എന്നതിന് വിശദീകരണമായി പറഞ്ഞത് അവൻ്റെ ശബാബ്, അവൻ്റെ യുവത്വം, അവൻ്റെ യൗവനം എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് അല്ലാഹു പറഞ്ഞു സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ലഅഫൻ വശൈബാ, പിന്നീട് ഈ യുവത്വത്തിന് ശേഷം, ഈ കരുത്തുള്ള പ്രായത്തിന് ശേഷം വീണ്ടും ബലഹീനതയിലേക്ക്, നരബാധിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുന്നതാണ്. യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കും. വഹുവൽ അലീമുൽ ഖദീർ, അവൻ സർവജ്ഞനും സർവശക്തനുമാണ്. എല്ലാം അറിയുന്ന, എല്ലാത്തിനും കഴിയുന്ന അള്ളാഹു ചിലർക്ക് ദുർബലമായ ആ അവസ്ഥയിൽ തന്നെ മരണം വിധിക്കുന്നു. ചിലർക്ക് യൗവനത്തിലേക്ക് എത്താൻ തൗഫീഖ് ലഭിക്കുന്നു. ചിലർ അതും പിന്നിട്ട് വീണ്ടും അവൻ്റെ ബലഹീനതയിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് എത്തിപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ ഖുവ്വത്തിൻ്റെ, ശക്തിയുടെ പ്രായമാണ് യൗവനം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും അവൻ്റെ യുവത്വം എന്നത് ഒരു മഹത്തായ അനുഗ്രഹമായി അവൻ കാണേണ്ടതുണ്ട്. ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തിയ ആളുകളും, ഇപ്പോൾ കുട്ടികളായ ആളുകളും, ഇപ്പോൾ യുവത്വത്തിലുള്ള ആളുകളുമൊക്കെ അവൻ ചിന്തിക്കേണ്ടത് എൻ്റെ യുവത്വമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ്. അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗലോകത്തേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ വിളിച്ചു പറയുന്ന ചില വിളിയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. റസൂലുള്ള പറയുകയാണ്, സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ യുനാദി മുനാദ്, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, ഇന്നലക്കും മൻ തസിഹു ഫലാ തസ്കമു അബദാ, ഇനി നിങ്ങൾ ആരോഗ്യവാന്മായി ഇരിക്കുക, ഇനി നിങ്ങൾക്ക് രോഗം വരുന്ന പ്രശ്നമില്ല. വ ഇന്നലക്കും മൻ തഹ്യഉ ഫലാ തമൂതു അബദാ, നിങ്ങൾ ഇനി എന്നും ജീവിച്ചിരിക്കുക, നിങ്ങൾക്ക് മരണം വരുന്ന പ്രശ്നമില്ല. അടുത്തത് എന്താണെന്നറിയോ സഹോദരങ്ങളെ, വ ഇന്നലക്കും അൻ തശിബ്ബു ഫലാ തഹ്റമു അബദാ, ഇനി നിങ്ങൾ എന്നും യുവാക്കളായിരിക്കുക, ഇനി നിങ്ങൾക്ക് വാർദ്ധക്യം വരികയില്ല. സ്വർഗത്തിലെ വലിയൊരു അനുഗ്രഹമായി അള്ളാഹു പറയുകയാണ്, നിങ്ങൾ യുവാക്കളായിക്കൊണ്ടേയിരിക്കുക, നിങ്ങളുടെ ചെറുപ്പക്കാരായിക്കൊണ്ടിരിക്കുക, ഇനി നിങ്ങൾക്ക് പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രശ്നമില്ല. ഇനി നിങ്ങൾ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, അനുഗ്രഹങ്ങൾ നിലച്ചു പോകുന്ന പ്രശ്നമില്ല, നിങ്ങൾ കിട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇനി ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല എന്ന് വിളിച്ചു പറയും എന്നാണ്. സഹോദരങ്ങളെ, എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ പ്രായം പോലും യുവാക്കളുടെ പ്രായമാണ്. നോക്കൂ നിങ്ങൾ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിക്കും, ജുർദൻ മുർദൻ മുകഹ്ഹലീൻ, കണ്ണിൽ സുറുമയിട്ടവരായി, ശരീരത്തിലധികം രോമങ്ങളില്ലാത്തവരായി, സൗന്ദര്യമുള്ളവരായി, ഭംഗിയുള്ളവരായി പ്രവേശിക്കും. എന്നിട്ട് അബ്നാ സലാസീൻ ഔ സലാസിൻ വസലാസീൻ, അവർ 30-33 വയസ്സ് പ്രായത്തിലായിരിക്കും ഉണ്ടാവുക. 30-33 വയസ്സിൻ്റെ പ്രായത്തിലായിരിക്കും സ്വർഗാവകാശികൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ സഹോദരങ്ങളെ, ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമാണ് യുവത്വം എന്നത്. ചെറിയ കുട്ടികളൊക്കെ സ്റ്റൂളിലോ കസേരയിലോ ഉയർന്ന പ്രദേശത്തോ ഒക്കെ കയറി നിന്ന് ഞാൻ ഉപ്പച്ചിയെപ്പോലെയായി, ഞാൻ വലിയവനായി, ഞാൻ വലിയ ആളായി എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. കുട്ടികൾ ആകാൻ ആഗ്രഹിക്കുന്ന, എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന പ്രായമാണ് യുവത്വമെങ്കിൽ യുവാക്കൾ എപ്പോഴും ഇടയ്ക്കിടെ കണ്ണാടിയിൽ നോക്കി, എൻ്റെ മുടി നരക്കുന്നില്ലല്ലോ, എൻ്റെ താടി നരച്ചിട്ടില്ലല്ലോ, എനിക്ക് കഷണ്ടി വരുന്നില്ലല്ലോ, എൻ്റെ യൗവനം നിലനിൽക്കുന്നില്ലേ എന്നിങ്ങനെ ഉറപ്പുവരുത്താൻ ഇടയ്ക്കിടെ നോക്കിപ്പോകുന്ന, നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രായമാണ് യുവത്വം. വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ പലപ്പോഴും ഒരാവേശത്തോടെ പറയാറുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഞാനൊക്കെ യുവാവായിരുന്ന സന്ദർഭത്തിൽ ആളുകൾ ആവേശത്തോട് ഓർത്തെടുക്കുന്ന, വൃദ്ധന്മാർ ആവേശത്തോടെ എടുത്തു പറയുന്ന പ്രായമാണ് യൗവനമെങ്കിൽ സഹോദരങ്ങളെ, ആ യുവത്വം അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാനും ആ അനുഗ്രഹം ഒരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാനും വിശ്വാസികൾക്ക് സാധിക്കണം.
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഞാനും നിങ്ങളുമൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണല്ലോ, ലാ തസൂലു ഖദമൽ അബ്ദി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ഒരു അടിമക്കും അവൻ്റെ കാലുകൾ ചലിപ്പിക്കാനാകില്ല. ഹത്താ യുസ്അല അൻ അർബഇൻ, 4 കാര്യങ്ങൾ ചോദിക്കപ്പെടാതെ, 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരടിമക്കും കാല് ചലിപ്പിക്കാനാകില്ലെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ ഉംരിഹി ഫീമാ അഫ്നാഹ്, അവൻ്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, എന്തിനു വേണ്ടിയാണ് അവനത് ചെലവഴിച്ചത്. ഒരാളുടെ ആയുസ് എന്ന് പറഞ്ഞാൽ അയാൾ ജനിച്ചത് മുതൽ അയാൾ മരിക്കുന്നത് വരെയാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ മുഴുവൻ സമയവും ഉംർ, ആയുസ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുമെങ്കിലും രണ്ടാമതായി റസൂലുള്ള വീണ്ടും പറഞ്ഞു, വഅൻ ശബാബിഹി, അവൻ്റെ യുവത്വത്തെക്കുറിച്ച് ചോദിക്കും. സുഹൃത്തുക്കളെ, അവൻ്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ കുട്ടിക്കാലവും യുവത്വവും വാർദ്ധക്യവും എല്ലാം ഉൾപ്പെടുമെങ്കിലും രണ്ടാമത് വീണ്ടും പ്രത്യേകം ചോദിക്കും, വഅൻ ശബാബിഹി, അവൻ്റെ യുവത്വത്തെക്കുറിച്ച്, അവൻ്റെ അടിപൊളി പ്രായത്തെക്കുറിച്ച്, ചുറുചുറുക്കുള്ള കരുത്തുള്ള പ്രായത്തെക്കുറിച്ച് ചോദിക്കും. ഫീമാ അബ്ലാ, എങ്ങനെയാ അത് വിനിയോഗിച്ചത്, എന്തിനാ അത് ചെലവഴിച്ചത്, അവൻ്റെ ആയുസ്, അവൻ്റെ ആരോഗ്യം എല്ലാം ചോദിക്കപ്പെടുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, 5 കാര്യങ്ങൾ നിങ്ങൾ 5 കാര്യങ്ങൾക്ക് മുമ്പ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നാമതായി ലോകത്തിൻ്റെ ഗുരു എണ്ണിപ്പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക എന്നാണ്. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾക്ക് വരാനിരിക്കുന്ന പ്രയാസമായ 5 അവസ്ഥകളുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ സന്തോഷകരമായ 5 അവസ്ഥകളെ നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിക്കണം. റസൂലുള്ള പറയുകയാണ്, ശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം ബാധിച്ച് വീട്ടിൽ ആളുകൾക്ക് വേണ്ടാത്ത ഒരു മൂലയിലിരിക്കുന്ന, ഒരു വടി കുത്തിപ്പിടിച്ച് നടക്കേണ്ടി വരുന്ന, ആരും നിന്നെ പരിഗണിക്കാത്ത ഒരു പ്രായം വരുമ്പോൾ നിനക്ക് ഒരുപക്ഷെ പലതും ചെയ്യണമെന്നുണ്ടാകും, പള്ളിയിൽ പോകണമെന്നുണ്ടാകും, ഇബാദത്തുകളിൽ മുഴുകണമെന്നുണ്ടാകും, നോമ്പനുഷ്ഠിക്കണമെന്നുണ്ടാകും, ദഅവത്തിന് ഇറങ്ങണമെന്നുണ്ടാകും. പക്ഷേ നിന്റെ മനസ്സിന് ആഗ്രഹമുണ്ടെങ്കിലും നിന്റെ ശരീരം കൊണ്ട് നിനക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? ശബാബക ഖബ്ല ഹറമിക. അങ്ങനത്തെ ഒരവസ്ഥ വരും മുമ്പ് നിന്റെ ചെറുപ്പകാലം, നിന്റെ യുവത്വം, നിനക്ക് പ്രസരിപ്പുള്ള നിന്റെ പ്രായം, അത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നീ ഉപയോഗിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തുടർന്ന് 4 കാര്യങ്ങൾ കൂടി അവിടുന്ന് പറഞ്ഞു, സുഹ്ഹതക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നീ ഉപയോഗിക്കണം. വഗിനാക ഖബ്ല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം വന്ന് 5 കാശിന് വകയില്ലാത്ത അവസ്ഥ വന്ന് നീ പ്രയാസപ്പെടും മുമ്പ് ഇപ്പോൾ ഉള്ളതിനനുസരിച്ച് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നീ ചെലവഴിക്കണം. വഫറാക ഖബ്ല ശുഗ്ലിക, നിനക്ക് തിരക്കുകൾ വന്ന് ഒന്നിനും ചെയ്യാൻ സമയമില്ലാതെ ബുദ്ധിമുട്ടും മുമ്പ് ഉള്ള ഒഴിവ് സമയം അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ ദീനിനു വേണ്ടി, ദഅവത്തിനു വേണ്ടി നീ ഉപയോഗിക്കണം. വഹയാതക ഖബ്ല മൗതിക, നിനക്ക് മരണം വരുന്നതിന് മുമ്പ് നിന്റെ ജീവിതം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നീ ഉപയോഗിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, യുവത്വം നിർവചിക്കപ്പെടാതെ പോകാൻ പാടില്ല. യുവത്വം നിർവചിച്ച ഒരു പറ്റം ചെറുപ്പക്കാരെ, യുവാക്കളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് എന്നറിയപ്പെടുന്ന വിഭാഗം. ഖുർആനിൻ്റെ 18-ാം അധ്യായം അൽ കഹ്ഫ് സൂറയിൽ, ഇന്ന് നമ്മൾ പാരായണം ചെയ്ത സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത് അവൽ ഫിത്യ, ആ ഒരു പറ്റം ചെറുപ്പക്കാർ അഭയം പ്രാപിച്ച സന്ദർഭം, ഇലൽ കഹ്ഫ്, ആ ഗുഹയിലേക്ക്, ഫഖാലു, അവർക്ക് പറയാനുണ്ടായിരുന്നത്, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്ന് നീ ഞങ്ങൾക്ക് കാരുണ്യം തരണേ. സഹോദരങ്ങളെ, ആ പ്രാർത്ഥനയുടെ പ്രസക്തി എന്തായിരുന്നു? ഒരു പറ്റം ചെറുപ്പക്കാർ അള്ളാഹുൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ, അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അവനോടല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല എന്ന തൗഹീദ് അധിഷ്ഠിതമായി ജീവിതം നയിച്ചതിൻ്റെ പേരിൽ, ശിർക്ക് ലെവലേശം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ചതിൻ്റെ പേരിൽ ഒരു രാജാവ് നിർബന്ധപൂർവം ശിർക്ക് ചെയ്യാൻ അവരെ പ്രയാസപ്പെടുത്തുമ്പോൾ ഗുഹയിൽ അഭയം പ്രാപിച്ചവർ പറയുകയാണ്, റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണമേ. വഹയ്യി ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നീ എളുപ്പമാക്കി തരണേ, സൗകര്യം ചെയ്തു തരണേ അല്ലാ. സഹോദരങ്ങളെ, അവിടെ അല്ല പറഞ്ഞത് ഇത് അവൽ ഫിത്തിയ, ആ ചെറുപ്പക്കാർ എന്നാണ്, ആ ഒരു പറ്റം യുവാക്കൾ എന്ന് അള്ളാഹു പറഞ്ഞുവെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു
നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. ആ ചെറുപ്പക്കാരുടെ കാര്യം എന്തെന്ന് കൃത്യമായി നാം നിനക്ക് പറഞ്ഞു തരാം. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് നാം നിനക്ക് വിശദീകരിച്ചു തരാം. ഇന്നഹും ഫിത്യ, അവർ ചെറുപ്പക്കാരായിരുന്നു, അവർ യുവാക്കളായിരുന്നു, ചുറുചുറുക്കുള്ളവരായിരുന്നു. ആമനൂ ബി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൽ വിശ്വസിച്ചവരായിരുന്നു. ഫസിദ്നാഹും ഹുദാ, അവരുടെ സന്മാർഗബോധം ഞാനിങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തു. അല്ല പറയാണ്, ചെറുപ്പക്കാരായിട്ടും എന്തിനും ധൈര്യമുള്ള ഒരു പ്രായമായിട്ടും കണ്ണെത്തിടുന്നിടത്തേക്ക് ശരീരമെത്താൻ ആഗ്രഹിക്കുന്ന പ്രായമായിട്ടും മനസ്സാഗ്രഹിക്കുന്നത് എന്തും ചെയ്യാനുള്ള ശാരീരിക ശക്തിയുണ്ടായിട്ടും അവർ തിന്മകളിലേക്ക് പോകാതെ അവരുടെ റബ്ബിൽ വിശ്വസിച്ചു. ആമനൂ ബി റബ്ബിഹിം, അവരുടെ റബ്ബിൽ വിശ്വസിച്ചവരായിരുന്നു അവർ. വസിദ്നാഹും ഹുദാ, അതുകൊണ്ട് സന്മാർഗബോധം നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് അള്ളാഹു പറഞ്ഞ യുവത്വം നിർവചിച്ച ആ യുവാക്കളിൽ സഹോദരങ്ങളെ ഞാനും നിങ്ങളും മാതൃക കണ്ടെത്തണം. മറ്റൊരു ചെറുപ്പക്കാരനുണ്ട്, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ക്രമം തീരുമാനിക്കപ്പെട്ടപ്പോൾ ഞാൻ അത് മുഴുവൻ ഒരു രാത്രിയിൽ ഓതിത്തീർത്തു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഇന്നി അഖ്ശ അൻ യതൂല അലൈക സമാൻ വഅൻ തമല്ല ഫഖറഹു ഫീ ഷഹർ. നീ ഒരു ദിവസം തന്നെ ഖുർആൻ മുഴുവനായും ഓതിത്തീർക്കുന്ന ദിവസേന നീ അങ്ങനെ ചെയ്തു പോകുമ്പോൾ കാലം കുറേ കഴിയുമ്പോൾ നിനക്ക് മടുപ്പ് തോന്നും, നീ ഖുർആൻ പാരായണം തന്നെ നിർത്തിവെക്കും എന്നെനിക്കൊരു പേടി. അതുകൊണ്ട് നീ മാസത്തിൽ ഒരു തവണ ഓതിയാൽ മതി. മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുകയാണ്, ഫഖുൽതു, ഞാൻ പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ്, റസൂലേ എന്നൊന്ന് വെറുതെ വിടുമോ, എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ. അസ്തംതിഉ മിൻ ഖുവതി വശബാബി, എൻ്റെ യുവത്വം, എൻ്റെ ചെറുപ്പം, എൻ്റെ ആരോഗ്യം, എൻ്റെ ശക്തി ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ. റസൂലേ, ഞാൻ ചെറുപ്പക്കാരനല്ലേ, ഞാൻ യുവാവല്ലേ, എനിക്ക് എത്രയും ഖുർആൻ ഓതാൻ കഴിയില്ലേ റസൂലേ, അതുകൊണ്ട് എന്നെ ഒന്ന് വെറുതെ വിടൂ പ്രവാചകരെ. ഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫഖറഹു ഫീ അശ്റ, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഒരു 10 ദിവസം കൂടുമ്പോൾ ഒരു തവണ ഓതിക്കോളൂ. ഖുൽതു, അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു, ദഅനി അസ്തംതിഉ മിൻ ഖുവതി വശബാബി യാ റസൂലല്ലാഹ്, റസൂലേ എൻ്റെ യുവത്വം, എൻ്റെ ചെറുപ്പകാലം, ഇനി ഒരു പക്ഷേ എനിക്ക് വാർദ്ധക്യം പ്രാപിച്ചാൽ ഇങ്ങനെ ഓതാൻ കഴിഞ്ഞോളണമെന്നില്ല, അതുകൊണ്ട് എൻ്റെ ഈ ചെറുപ്പം അത് ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതാൻ കൂടുതൽ സമയം ചിലവഴിക്കട്ടെ റസൂലേ. ഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫഖറഹു ഫി സബ്ഇൻ, എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, 7 ദിവസത്തിൽ ഒരു തവണ നീ ഖുർആൻ മുഴുവൻ ഓതി തീർത്തോളൂ. ഖുൽതു, അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു, ദഅനി അസ്തംതിഉ മിൻ ഖുവതി വശബാബി, എൻ്റെ ചെറുപ്പം, എൻ്റെ യുവത്വം, എൻ്റെ ശക്തി, എൻ്റെ ഖുവത്ത് ഞാൻ ഉപയോഗിക്കട്ടെ പ്രവാചകരെ. ഫഅബാ, റസൂലുള്ള എന്നെ അനുവദിച്ചില്ല, ആഴ്ചയിൽ ഒരു തവണ ഓതി തീർത്താൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു എന്ന് അബ്ദുല്ലാഹിബ്നുൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തണൽ നൽകിയാലല്ലാതെ തണൽ ലഭിക്കാതെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു അന്ത്യനാൾ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മൈൽ മുകളിൽ സൂര്യൻ വന്ന് നിൽക്കുമെന്നാണ്. അവനവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് നെരിയാണി വരെ, കാൽമുട്ട് വരെ, അരവരെ, മാറിടം വരെ, മൂക്ക് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ദിവസമാണ് എന്നാണ്. അന്ന് ചേർക്കല്ലാഹു തണല് നൽകും. അക്കൂട്ടത്തിൽ ഒരാളാരാണ്? വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, വശാബുൻ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ്, നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വന്ന ചെറുപ്പക്കാരൻ. സഹോദരങ്ങളെ, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസുകൾ പറയുകയാണ്, ഇവിടെ ഷാബ് ചെറുപ്പക്കാരൻ, യുവാവ് എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ചെറുപ്പക്കാർ ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതിനാളെ കിട്ടണമെങ്കിൽ അവർ ചെറുപ്പക്കാരാണെങ്കിൽ കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറഞ്ഞത്. ലികസ്റത്തി ദവാഇലിൽ മഅസിയത്തി, കാരണം അവർക്ക് തെറ്റ് ചെയ്യാൻ ധാരാളം പ്രേരകങ്ങൾ അവർക്ക് ചുറ്റുമുണ്ടാകും. വഗലബത്തി ശഹവാത്ത്, ദേഹേച്ഛകൾ അവരുടെ ആ പ്രായത്തിൽ കുറച്ച് കൂടുതലായിരിക്കും. ദേഹേച്ഛകൾ കൂടുതലുള്ള ആ പ്രായത്തിൻ്റെ പ്രസരിപ്പ് കൊണ്ട് എന്തും ചെയ്തു പോകുന്ന ആ പ്രായത്തിലും അതൊന്നുമില്ലാതെ ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ വരുന്ന, ഇബാദത്തിൽ മുഴുകുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, ദിക്റുകൾ ചൊല്ലുന്ന, ദഅവത്തിനിറങ്ങുന്ന യുവാവുണ്ടോ? നശഅ ഫീ ഇബാദത്തില്ല, അല്ലാഹുവിനെ ആരാധിച്ചു വളരുന്ന ചെറുപ്പക്കാരൻ, അവർക്ക് പ്രത്യേകം തണൽ നൽകി അല്ലാഹു അനുഗ്രഹിക്കും.
എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ചുറുചുറുക്ക്, നമ്മുടെ തൻ്റെ ഇടം, നമ്മുടെ ചങ്കൂറ്റം, രക്തത്തിളപ്പുള്ള നമ്മുടെ ഈ പ്രായം എന്തുമാകാമെന്ന തോന്നലല്ല, യൗവനം പാഴാക്കാനുള്ളതല്ലെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നിൻ്റെ യുവശക്തി അങ്ങേയറ്റം ആകെ പ്രയാസപ്പെടുത്തുന്ന, ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതം അടിച്ച് പൊളിച്ച് കളിച്ച് ചിരിച്ച് തുലച്ച് കളയാവുന്ന ഒന്നാണ് എന്ന് ചിലരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. ലഹരി ഇന്ന് യുവാക്കളെ പിടിമുറുക്കിയിരിക്കുകയാണ്. സിരകളിൽ ലഹരി നിറച്ച് പൊതുനിരത്തുകളിൽ ആറാടുന്ന യുവാക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സദാചാരത്തിൻ്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് യൗവനം സമൂഹത്തിൽ അഴിഞ്ഞാടുന്നതാണ് പ്രിയമുള്ളവരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളിൽ, ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ 70% യുവാക്കളിലാണ് സംഭവിക്കുന്നത് എന്നത് യുവത്വം നിർവചിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന തിരിച്ചറിവ് നമുക്കോരോരുത്തർക്കും നൽകേണ്ടതുണ്ട്. എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടമാണ്, ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരമാവധി കളറാക്കണം എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. മറിച്ച് അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന നാസ്തികർ, ലിബറലുകൾ, ആത്മീയ ചൂഷകർ, അവരെ നമ്മൾ തിരിച്ചറിയാതെ പോയിക്കൂടാ. ബിഗ് സ്ക്രീനുകളിലും അതുപോലെ തന്നെ മിനി സ്ക്രീനുകളിലും നമ്മുടെ യുവത്വത്തെ തളച്ചിടാനുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണം സഹോദരങ്ങളെ നാം നമ്മുടെ യുവാക്കൾക്കിടയിൽ പ്രത്യേകം നടത്തേണ്ടതുണ്ട്. പരിഹാരം സാധ്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരം ധാർമ്മിക ബോധമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബിനെ തിരിച്ചറിയണം. അവൻ്റെ മുന്നിലല്ലാതെ സുജൂദ് ചെയ്തുകൂടെന്ന് തിരിച്ചറിയണം. ഈ ലോകം നിയന്ത്രിക്കുന്നവൻ അവൻ മാത്രമാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല എന്ന് മുദബ്ബിറുൽ ആലം കോഴിക്കോടുള്ള ഒരാളാണെന്ന് പറയുന്നതിൽ നിന്ന് മനുഷ്യരെ തിരിച്ച് ചിന്തിപ്പിക്കാൻ സമൂഹമേ നമുക്കോരോരുത്തർക്കും സാധിക്കണം. അമിതാവേശം കൊണ്ട് തിന്മകളിലേക്ക് വഴുതി വീഴുന്ന യുവതയെ ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയല്ല, അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അവരുടെ കർമ്മശേഷിയും ചുറുചുറുക്കും ക്രിയാത്മകമായി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തണം, അവർക്ക് പ്രവാചകനെ പരിചയപ്പെടുത്തണം. ഈ ജീവിതം, അത് ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ജീവിതം ഒന്നല്ല, രണ്ടാണ്. ശാശ്വതമായൊരു ജീവിതം വരാനുണ്ട്, പരലോക ജീവിതം വരാനുണ്ട്, അവിടെ സ്വർഗ നരകങ്ങളുണ്ട്. സമൂഹത്തെ പഠിപ്പിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ധാർമ്മിക നിയമങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നാടുനീളെ അൽഹംദുലില്ലാ നമ്മൾ യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടുവന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുവതയെ നല്ല നിലയിൽ നയിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായമായ യുവത്വം നന്മകൾക്കു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നും യുവത്വം ശക്തിയുടെ അടയാളമാണെന്നും മഹത്തായ അനുഗ്രഹമാണെന്നും അതൊരു വേള വലിയ പരീക്ഷണമായി തീരുമെന്നും ഖുർആൻ പഠിപ്പിക്കുന്ന ഏതാനും ചെറുപ്പക്കാരെ സംബന്ധിച്ചും യുവത്വം നിർവചിക്കപ്പെട്ടുകൊണ്ട് ചെയ്ത സ്വഹാബികളുടെ ചരിത്രവുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. ദീനിനു വേണ്ടി, ദഅവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച സ്വഹാബികളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അറിവ് നേടുന്നതിനും സൽക്കർമ്മങ്ങളിൽ മുഴുകുന്നതിനും പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രവേശിക്കുന്നതിനും ജീവിതം ബലി നൽകിയ സ്വഹാബികളെ പരിശോധിച്ചാൽ അവരെല്ലാം ഒരു വേള ചെറുപ്പക്കാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദീനിനു വേണ്ടി നാട് വിട്ടുപോയ, സമ്പത്ത് നൽകിയ,
ശരീരം നൽകിയ സ്വഹാബികളിൽ മിക്കവരും ചെറുപ്പക്കാരായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചരിത്രം പരിചയപ്പെടുത്തിയ 4 അബ്ദുള്ളമാർ, അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ്, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ സുബൈർ, 4 അബ്ദുള്ളമാരും ചെറുപ്പക്കാരായിരുന്നു എന്ന് ചരിത്രം മനസ്സിലാക്കി തരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമിക്കുകയും പ്രവാചകൻ്റെ മരണാനന്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞയക്കുകയും ചെയ്ത സൈന്യത്തിൻ്റെ നേതാവ് ഉസാമ അന്ന് വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായിരുന്നു എന്നത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഹബീബ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു പോലുള്ള സ്വഹാബികൾ യുവാക്കളായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ദീൻ പഠിച്ചതുപോലെ ദീൻ പഠിക്കാൻ, അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇടയിലെ ചെറുപ്പക്കാരോട് നമുക്ക് പറയാനുള്ളത് ദീൻ അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കണമെന്നാണ്. നാട് നീളെ നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങളെ തിരിച്ചറിയണമെന്നാണ്. സമയവും അധ്വാനവുമൊക്കെ ദീനിനു വേണ്ടി നൽകാൻ തയ്യാറാകണം എന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 30 വയസ്സിൽ താഴെയാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. ഇമാം ബുഖാരി റഹിമഹുല്ല സഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം രചിച്ചത് ചെറുപ്പക്കാരനായിരിക്കെയായിരുന്നു. ഇങ്ങനെ തുടങ്ങി ഈ സമൂഹത്തിൽ ചെറുപ്പക്കാർ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അത് മനസ്സിലാക്കി ചെറുപ്പക്കാരിൽ വരുന്ന തിന്മകളെ യുവാക്കളിലൂടെ തന്നെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ തിരുത്താൻ ഇൻഷാ അല്ലാഹ് നല്ലൊരു പ്രബോധന പ്രവർത്തനവുമായിട്ടാണ് നമ്മുടെ കൂട്ടായ്മ കേരള യൂത്ത് കോൺഫറൻസ് എന്ന പേരിൽ നാളെയും മറ്റന്നാളുമായി 4 മണി മുതൽ രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്ന 2 ദിവസത്തെ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള വിവിധ പണ്ഡിതന്മാർ അണിനിരക്കുന്ന പ്രോഗ്രാം അൽഹംദുലില്ലാഹ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു അയൽ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സമ്മേളനമാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കുകയും കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ നന്മകൾക്കും മുന്നിൽ നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. നിൻ്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. ഞങ്ങളുടെ ആയുസ്സും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ഒഴിവ് സമയവുമൊക്കെ നിനക്കിഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ റഹ്മാൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.